മറ്റൊരു പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാണ് കേരളം. ചിക്കൻ ഗുനിയയും നിപ്പയും കോവിഡുമൊക്കെ നൽകിയ കെടുതിയിൽ നിന്ന് സംസ്ഥാനം കരകയറുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് മറ്റു രോഗത്തെക്കുറിച്ചുള്ള വാർത്ത എത്തുന്നത്. വെസ്റ്റ് നൈൽ പനിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടമാക്കുക. ഒരു വ്യത്യാസമുണ്ട്. വെസ്റ്റ് നൈൽ പനി ജപ്പാൻ ജ്വരത്തെ പോലെ ഗുരുതരമാവില്ല. എങ്കിലും ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്താണ് വെസ്റ്റ് നൈൽ പനി? കൊതുകാണ് രോഗം പരത്തുന്നത്. അതായത് ക്യൂലെക്സ് കൊതുകാണ് രോഗം പരത്തുന്നത്. ജപ്പാൻ ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ജപ്പാൻ ജ്വരം സാധാരണ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കാണുന്നത്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാവാറില്ല എന്നതാണ് വലിയ വെല്ലുവിളി. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. 1% ആളുകളിൽ രോഗം തലച്ചോറിനെ ബാധിക്കും. അപകടകരമായ അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ ബോധക്ഷയവും ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ രോഗത്തിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ്? രോഗത്തിന് നിലവിൽ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. അതിനാൽ പ്രതിരോധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വയം ചികിത്സ പാടില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രോഗാരംഭത്തിൽ ചികിത്സിച്ചാൽ സങ്കീർണതകൾ ഒഴിവാക്കുകയും ചെയ്യാം. നിലവിൽ ആശങ്ക വേണോ? വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. 2011 മുതൽ സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷികളിലും രോഗബാധ ഉണ്ടാകാറുണ്ട്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. 2011 ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്.